ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും ട്രെൻഡിൽ നിൽക്കുന്നതിൽ ഒന്നാണ് റോളർ ബ്ലൈൻഡ്സിൽ കസ്റ്റം മെയ്ഡായിട്ടുള്ള റോളർ ബ്ലൈൻഡ്സ്. കസ്റ്റം മെയ്ഡ് റോളർ ബ്ലൈൻഡ്സും ഇത് രണ്ടും ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആണ്. കാരണം സീബ്ര ബ്ലൈൻഡ്സ് ഒരുപാടായിപ്പോൾ ആളുകൾ കുറച്ചും കൂടി ഒരു വെറൈറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് റോളർ ബ്ലൈൻഡ്സിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ ഇൻറ്റീരിയേഴ്സ് വീടിനകത്ത് ഇപ്പോൾ റോളർ ബ്ലൈൻഡ്സ് പ്രത്യേകം വേണമെന്ന് പറയാറുണ്ട്. റോളർ ബ്ലൈൻഡ്സ് എനിക്ക് തോന്നുന്നു പുറത്ത് രാജ്യങ്ങളിലെല്ലാം റോളർ ബ്ലൈൻഡ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. റിമോട്ട് കൺട്രോളിലും റോളർ ബ്ലൈൻഡ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സിനിമയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, സീബ്രയെക്കാളും കൂടുതൽ അവർ റോളറാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. സീബ്രയെ പോലെ തന്നെ റോളറും ഒരേ റേഞ്ചിൽ വരുന്നതാണ്. പ്രൈസ് റേഞ്ച് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഏകദേശം ഒരേപോലെയാണ്. പിന്നെ കുറച്ചുകൂടി പ്രീമിയത്തിലേക്ക് വരുമ്പോൾ റോളറിന് അതനുസരിച്ച് നല്ല രീതിയിൽ ചേഞ്ച് വരുന്നുണ്ട് റേറ്റിൽ. പക്ഷേ നമുക്കിപ്പോൾ ഒരു ബേസിക് ബ്ലൈൻഡ്സ് നമ്മുടെ നാട്ടിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് സീബ്രയുടെ അതേ റേറ്റിന് തന്നെ കിട്ടും. ഈ കസ്റ്റം മെയ്ഡ് റോളർ ബ്ലൈൻഡ്സ് എന്ന് പറയുമ്പോൾ സാധാരണ റോളർ ബ്ലൈൻഡ്സ് എങ്ങനെയാണ് വരുന്നത്? ഒരു മെറ്റീരിയൽ ഉണ്ടാവും, ഒരു നല്ലൊരു പാറ്റേൺ ഉണ്ടാവും. അത് കൂടാതെ കോട്ടണിൽ വരുന്നുണ്ട്, കൊറിയൻ സിന്തറ്റിക്കിൽ വരുന്നുണ്ട്, ചെറിയ പ്രിൻറ്റിംഗ് ഉള്ള ചെറിയ രീതിയിലുള്ള ഇപ്പോൾ ട്രീയുടെ ചെറിയ പ്രിൻറ്റിങ് അങ്ങനെ ആയിട്ടുള്ളതുണ്ട്. കസ്റ്റമിൽ നമ്മളിപ്പോൾ ഒരു വാൾപേപ്പർ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലേക്ക് കസ്റ്റമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൽ സാധനം ഉണ്ടാക്കാൻ പറ്റും. കംപ്ലീറ്റ് ഫ്രീഡം ആണ്. നമ്മുടെ റൂമിന് ഏത് കളർ വേണോ, ഇൻ കേസ് ഇനി നമുക്ക് വേണമെങ്കിൽ ആ കളറ് റോളർ ബ്ലൈൻഡിൽ പ്രിൻറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കുട്ടികളുടെ പടമാണെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലുള്ള ഒരു മോഡേൺ പെയിൻറ്റിങ് ആണെങ്കിലും നല്ല ക്വാളിറ്റി പ്രിൻറ്റിങ്ങിൽ HD ഫിനിഷോടുകൂടി പ്രിൻറ്റ് ചെയ്തെടുക്കാം. ഫിക്സ് ചെയ്യുമ്പോൾ റോളർ ബ്ലൈൻഡ്സിൻ്റെ 2 സൈഡ് ക്ലാമ്പ് കൊടുത്തിട്ടുള്ള ഫിക്സിംഗ് ആണ്. ഇനി അത് പോരെങ്കിൽ നമുക്ക് പെൽമെറ്റ് കൊടുത്തിട്ട് സീബ്ര ബ്ലൈൻഡ്സ് കൊടുക്കുന്ന പോലെ പെൽമെറ്റ് കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് വരുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. ക്ലീനിങ്ങും വളരെ എളുപ്പമാണ്. ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് പുതിയതുപോലെ തന്നെ ആകും. ഒരുപാട് എഫേർട്ട് ഒന്നും വരത്തില്ല. ഒരു ടിഷ്യൂ നനച്ച് തുടച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ പൊടിയും അഴുക്കെല്ലാം അതിൽ നിന്ന് മൂവ് ആകും. അതുപോലെ തന്നെ വാക്യൂം ചെയ്യാനും പറ്റും. ബ്ലൈൻഡിൻ്റെ 2 വശവും വിസിബിൾ ആയിട്ടുള്ള ഏരിയയിലാണ് ബ്ലൈൻഡ്സ് വെക്കുന്നതെങ്കിൽ ഈ 2 വശത്തും നമുക്ക് 2 ഡിഫറെൻറ്റ് ഇമേജസ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബ്ലൈൻഡ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് 2 കാര്യങ്ങൾ. ഒന്ന്, ഫസ്റ്റ് ക്ലാമ്പ് ഡ്രില്ല് ചെയ്ത് വച്ച ശേഷം രണ്ടാമത് ഒന്നുകൂടി മാർക്ക് ചെയ്തിട്ട് വേണം സെക്കൻഡ് ക്ലാമ്പ് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ബ്ലൈൻഡ്സ് കറക്റ്റായിട്ട് എപ്പോഴും പാരലലായിട്ട് ഇരിക്കണം. ഒരു സൈഡ് ചരിവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ബ്ലൈൻഡ്സിൻ്റെ ലൈഫ് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സീബ്ര ബ്ലൈൻഡ്സിനെ പറ്റി എല്ലാവർക്കും ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ കണ്ടു കാണുമെന്ന് കരുതുന്നു. ഇത് റോളർ ബ്ലൈൻഡ്സിനെ പറ്റിയുള്ളൊരു ബ്രീഫിംഗ് ആണ്. കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിർത്തുവാണ്. ടാറ്റ, ബൈ ബൈ.